സ്വന്തം ചേട്ടനായ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടന്നില്ല. സുഭാഷ് ചേട്ടന് കല്യാണം കഴിക്കണം, അവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയെ വേണം നമ്മൾ കല്യാണം പറ്റത്തുള്ളൂ, കല്യാണം കഴിക്കത്തുള്ളൂ സുഭാഷ് ചേട്ടൻ. അപ്പം നിൽക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് എൻ്റെ കാമുകിയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കാമുകിയെ സുഭാഷ് ചേട്ടനെ നമുക്ക് കെട്ടിച്ചു കൊടുത്താലോ? എന്ത് നല്ല പ്ലാനാണ് എൻ്റെ പൊന്ന് ഹരീഷിൻ്റെ ആ പ്ലാൻ. വളരെ മനോഹരം, വളരെ പൊട്ടത്തരമാണെന്ന് എനിക്ക് തോന്നിപ്പോയി ആ സമയത്ത്. ഇങ്ങനെ ആരെങ്കിലും ചിന്തിക്കുമോ? സത്യം പറഞ്ഞാൽ ഹരീഷിനെ ഇഷ്ടപ്പെടുന്ന നീതു എന്ന് പറഞ്ഞ കുട്ടി ദേഷ്യപ്പെട്ടതിലും കരഞ്ഞതിലും ഒരു തെറ്റുമില്ല. വേസ്റ്റ് ചവറെടുത്തിട്ട് തലയെ കൂടെ ഇട്ട് കൊടുത്തതിലും ഒരു തെറ്റില്ല. കുറച്ച് കിട്ടണം ഹരീഷിന്. ഇങ്ങനെ ആരെങ്കിലും പറയുമോ? സ്വന്തം നമ്മളെ സ്നേഹിക്കുന്ന ഒരു കുട്ടി വന്ന് വരുമ്പോഴത്തേക്കും നമ്മളെ ചേട്ടനെ കെട്ടിക്കുമെന്ന് ആരെങ്കിലും സംസാരിക്കുമോ, ചോദിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് മെയിൻ സംഭവമാണ് നമ്മളെ ഇന്നത്തെ കാറ്റത്തെ കിളി കൂടുതൽ നടന്നത്. പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിധിക്കുടെ സർട്ടിഫിക്കറ്റ് തിരിച്ച് കിട്ടാൻ പോവുകയാണ്. തിരിച്ച് മേടിച്ചു കൊടുത്ത സുധീഷിൻ്റെ പരിശ്രമത്തിലാണ് മേടിച്ചത്. സുധീഷ് മാക്സിമം ഞാനാണ് മേടിച്ച് തന്നത്, എനിക്ക് ട്രീറ്റ് വേണം, ഈ കോർണറ്റോ ഇതിലാണോ ട്രീറ്റ് തരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്ക് പറയാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം കാറ്റത്തെ കിളിക്കൂട് ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി. എനിക്കും ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയും. കാര്യം എന്നാൽ ഇതിനകത്തുള്ള നായികനെയാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. കാര്യം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള നായികയാണ്. സർവം സഹായമല്ല, ലോകത്തൊരിടത്തും കാണാത്ത ഫീമെയിൽ ക്യാരക്ടറല്ല. അതായത് സാധാരണ സീരിയലിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് സർവം സഹ, എല്ലാം മറച്ചു വെക്കുക അങ്ങനെയല്ല. ഞാനിങ്ങനെ സഹിച്ച് ഭൂമിയോളം സഹിച്ച്. പിന്നെ അമ്മ മരുമോൾ പോരില്ല. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഈ സീരിയൽ എനിക്ക് കാണാൻ തോന്നിയത്. പിന്നെ ഭയങ്കര വ്യത്യസ്തമായ ഒരു തീമുമാണ്. ഇത് എങ്ങനെ പോകും നമുക്ക് നോക്കാം. അപ്പം നിധിയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് പോവുകയാണ് നിധിയും സുധീഷും കൂടെ. അപ്പോൾ സുധീഷാണ് ഇത് ശരിയാക്കി കൊടുത്തത്. നിധിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം നിധിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര കഷ്ടം തോന്നിയൊരു ക്യാരക്ടറാണ് കേട്ടോ. അതാണ് ഈ സീരിയലായിട്ട് ഞാൻ കണക്ട് ചെയ്തത്. കാര്യം നല്ല വീടെന്ന് ചോദിച്ചാൽ നല്ല പണക്കാരുടെ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടി. ആ വീട്ടിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡാണ് നിധിയുടെ അച്ഛനെ കുറിച്ചിട്ട് കേട്ടോ. കാര്യം ഇങ്ങനെയും ഒരു അച്ഛനുണ്ടാവുമോ? അത്രയും ടോക്സിക്കായ ഒരാളെ തന്നെ നീ കെട്ടണം എന്ന് പറയുന്നത് എനിക്ക് അവിടെ മാത്രം ഒട്ടും ഒരു സിങ്ക് ആവാത്ത പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയിരുന്നു അത്? നിധിയുടെ അച്ഛനെ ഇത്രയും ടോക്സിക്കായ അയാളെ മാത്രം നീ കല്യാണം കഴിച്ചാൽ മതി, വേറെ പയ്യന്മാരൊന്നും ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഏതൊരച്ഛനാണെങ്കിലും ഇപ്പോൾ നിധിയെ അത്രയും സ്നേഹിച്ച് വളർത്തിയ, അത്രയും ലാളിച്ച് വളർത്തിയ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പറഞ്ഞ കേൾക്കൂലേ നമ്മൾ? അച്ഛാ എനിക്ക് വേണ്ട, അച്ഛാ ഇയാൾ എനിക്ക് വേണ്ട, എനിക്ക് തുടർന്ന് പഠിക്കണം എന്ന് പറഞ്ഞാൽ എന്താ കുറ്റം? എനിക്ക് അവിടെ മാത്രം എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആവണില്ല സത്യമായിട്ടും. ഈ സീരിയലിലേക്കുള്ള വഴിത്തിരിവ്, ഈ സീരിയൽ ഉണ്ടാകാനുള്ള വഴിത്തിരിവ് അതാണല്ലോ, നിധി ഇറങ്ങി വരാനുള്ള വഴിത്തിരിവ് അതാണല്ലോ. അവിടെ മാത്രമാണ് എനിക്ക് ഒട്ട് കണക്റ്റ് ആവാത്ത. കാര്യം ഇപ്പോഴത്തെ കാലത്ത് ഒരച്ഛന്മാരും ഇത്രയും ടോക്സിക് ആയിട്ടുള്ള, അത് കൺമുന്നിൽ നമുക്ക് കാണാൻ പറ്റും. ഇവനെ കെട്ടിച്ച് കൊടുത്ത പോക്കാണ് എന്നുള്ളത്, എൻ്റെ മോളുടെ കാര്യം പോക്കാണെന്നുള്ളത് ഏതൊരച്ഛനും ഏതൊരു സഹോദരനും മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇമാതിരിയുള്ള കേസുകളൊക്കെ നടക്കുന്നുണ്ടെന്നേ, നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, അച്ഛന്മാരും ഉണ്ട്. ഒന്നും നോക്കാതെ കെട്ടിച്ച് കൊടുക്കുന്ന അച്ഛന്മാരും ഉണ്ടാവാം, പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായിരുന്നാലും നിധിക്ക് ഭയങ്കര സന്തോഷം. നിധിക്ക് ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ ജോലിക്ക് അപ്ലൈ. അപ്പം അതാണ് ആദ്യത്തെ സീൻ കാണിക്കണം. അപ്പം സുധീഷ് ചോദിക്കുന്നത്, ഞാൻ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ നിനക്ക് പൊസസീവ്നെസ് വരുന്നില്ല. അപ്പം നിധിക്ക് എന്ത് പൊസസീവ്? അതിന് നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചാൽ എനിക്കിപ്പോൾ എന്താ? പിന്നെ നിങ്ങൾ എന്തോന്നാണ് ഈ കാണിക്കുന്നത്? ഷർട്ടിൻ്റെ ബട്ടൺസും തുറന്നിട്ട് ഗുണ്ടകളെ പോലെ ഇങ്ങനെ നടക്കുന്നത്? ഒരു കോളേജാണെന്നുള്ളൊരു ബോധമുണ്ടോ എന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പാണ്. അപ്പോൾ അതിനകത്ത് നികേഷും കൂടെ വന്നിട്ട് അവിടെ പണിയെടുക്കുന്നുണ്ട്, ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നികേഷ് എന്ന് പറഞ്ഞാൽ ഇവരെ ഭയങ്കര കുഞ്ഞു മോനായിട്ട് വളർത്തുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഇളയ പയ്യനായിട്ട് ഭയങ്കര വാത്സല്യത്തോടെ വളർത്തുന്ന പയ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരാൾ വരുന്നു, കസ്റ്റമർ വന്നിട്ട് ചോദിക്കുകയാണ് ഹരീഷിനോട്, നിന്റെ ചേട്ടൻ്റെ കല്യാണം മുടങ്ങിയില്ലേ? അപ്പം ഹരീഷ് അതിന് കൂടെ കല്യാണ ക്ഷണക്കത്തൊന്നും വിളിച്ചില്ലല്ലോ, കല്യാണമായിട്ടൊന്നും വെച്ചില്ലല്ലോ. അല്ല, പെണ്ണ് കണ്ടെല്ലാം ഉറപ്പിച്ചല്ലോ, പിന്നെ ഇനിയിപ്പോൾ അതുകൊണ്ടാണ് മുടങ്ങിയല്ലോ എന്ന് ചോദിച്ചത്. ഇല്ല, മുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾ അങ്ങ് പോവേണം. അപ്പം ഹരീഷ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നികേഷ് ചോദിക്കുകയാണ്, അയ്യോ ഇത്രയും എന്തോന്ന് ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കുന്നത്? അപ്പോൾ അവിടെ ബാക്കി പണിക്കാർ പറയണം, അയ്യോ ഇങ്ങനെയൊന്നും അല്ല, എന്തൊക്കെയെന്നറിയാം ചോദിക്കണത്, അച്ഛനെക്കുറിച്ച് ചോദിക്കും, വീട്ടുകാരെക്കുറിച്ച് ചോദിക്കും, ഇങ്ങനെ കുത്തി ചോദിക്കും. അപ്പോൾ നികേഷ് പറയണം, എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ ചേട്ടാ, ഞാൻ പോകണം, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ വിഷമം വരുന്നതെന്ന് പറയാം. നീ പൊക്കോ മോനെ,
എന്ന് പറയുന്നത്. എന്നിട്ട് ഹരീഷ് പറയുന്നുണ്ട് മറ്റ് കൂടെയുള്ള പയ്യൻ്റെ അടുത്ത്, മേലാൽ അവൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒന്നും പറയരുത്, അവന് ഭയങ്കര വിഷമം, ഭയങ്കര കുഞ്ഞുവാവയായിട്ടാണ് വളർത്തുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നിധിയും സുധീഷും കൂടെ കാറിൽ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് പോവേണ്, എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോവേണേ. അപ്പം സുധീഷും വളരെ എങ്ങനെയെങ്കിലും നിധീനെ ഒന്ന് വളച്ചെടുക്കണം. എനിക്ക് സുധീഷിൻ്റെ ക്യാരക്ടർ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാരണം പറഞ്ഞാൽ നമ്മൾ ഞാൻ നിധിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ്സ് ഉള്ള ഒരു മനുഷ്യനാണ്. നമ്മളെല്ലാവരും നെഗറ്റീവ്സ് ഉള്ള ആൾക്കാരാണ്, അല്ലാതെ നമ്മളൊക്കെ മറ്റേ പോസിറ്റീവിൻ്റെ നിറകുടങ്ങളൊന്നും അല്ല. നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങളുണ്ട്. സോ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ടിഞ്ചുള്ള ഒരു ഹീറോയാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. കാര്യം സുധീഷിനാണെങ്കിൽ ഒന്നും മുന്നും പിന്നും ഒന്നും നോക്കാതെ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് വളച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമുക്ക് തോന്നും ഇവൻ എന്തോന്ന് പയ്യനിത്, അവൾക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പുറകെ കിടക്കുന്നത്, അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി അവളെ കള്ളത്തരം പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു പയ്യനാണ്, അങ്ങനത്തെ ഒരാളാണ് ഇന്നത്തെ ഹീറോ. അപ്പം സുധീഷ് ആണെങ്കിൽ എനിക്ക് ട്രീറ്റ് വേണം, ഞാനാണ് ഏർപ്പാട് ചെയ്ത് തന്നത്. അപ്പം ഭയങ്കര സന്തോഷമാണല്ലോ നിധി നിനക്ക്. അപ്പം നിധിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാര്യം നമ്മുടെ ലൈഫാണ് നമ്മുടെ വിദ്യാഭ്യാസം, അപ്പോൾ അത് തരില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമല്ലേ. അങ്ങനെ നിധി അപ്പം പിന്നെ പുറമേ അറിഞ്ഞിരിക്കുന്ന മൊത്തം ഈ ഒരു കഥയാണ്. ഈ സുധീഷാണ് ഇത് പറഞ്ഞു വരുത്തിയത്, എന്തോന്നാണ് ഈ ഒളിച്ചോട്ട കഥയൊക്കെ, ഭയങ്കര പ്രണയം ദിവ്യപ്രേമമാണെന്നൊക്കെ രീതിയിൽ. അപ്പോൾ നിധി എന്ത് ചെയ്ത് കാർ നിർത്തിയിട്ട് ഒരു കോർണറ്റ് മേടിച്ച് കൊടുക്കണം. ഇതാണ് എൻ്റെ ട്രീറ്റ്, ഈ ഐസ്ക്രീമോ, അത് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇതാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളുടെ അച്ഛനെയും നിധി എപ്പോഴും സംസാരിക്കുമ്പോഴും സെപ്പറേറ്റ് ഒരു കുടുംബമായിട്ടാണ് സംസാരിക്കുന്നത് അവരെ, അല്ലാതെ ഒരു മരുമോളായിട്ടല്ല സംസാരിക്കുന്നത്. അച്ഛനെയും സുധീഷ് ചേട്ടനെയും സുഭാഷ് ചേട്ടനെയും ഹരീഷിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് നമുക്ക് പോവാം ട്രീറ്റ് തരാൻ. അവരെയൊക്കെ വിളിക്കണോ, നമുക്ക് രണ്ടുപേർക്കുള്ള ട്രീറ്റാണ് ഉദ്ദേശിച്ചത് സുധീഷ്. അല്ല, ഞാനും നിങ്ങളുടെ ഫാമിലി ആയിട്ട് പോവാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സുധീഷ് ചോദിച്ചു, നമ്മളൊരു ഫാമിലി, നിങ്ങളൊരു ഫാമിലി അല്ല, ഞാനും നിങ്ങളുടെ ഫാമിലി ആയിട്ട് ട്രീറ്റ് തരാൻ പോവാം, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ സുധീഷ് പിന്നെയും പൊസസീവായി, അല്ല നിങ്ങൾ എന്തെന്നാണ് കോളേജിൽ വെച്ചിട്ട് പൊസസീവ് ആയോ എന്ന് ചോദിച്ചത്, നിങ്ങളിവിടെ ബട്ടൺസ് ഇടാതെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. സുധീഷ് നടക്കണ പോലെ ഇങ്ങനെയൊക്കെ നടന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ എങ്ങനെ ഞാൻ നടക്കുന്നത് എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ നിധി ഓൾറെഡി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ മിമിക്രിയൊക്കെ ചെയ്ത് കാണിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെയും വർക്ക്ഷോപ്പ് കാണിക്കാൻ. അപ്പോഴാണ് നീതുവിൻ്റെ വരവ്. നീതുവിനെ ഹരീഷിനെ ഇഷ്ടമാണ്. അപ്പോൾ ഈ നീതുവിൻ്റെ അച്ഛൻ ഹരീഷിനോടുള്ള കല്യാണത്തോട് സമ്മതിക്കാത്ത കാരണം അവിടെ വേറെ പെൺകുട്ടികളോ ആരുമില്ല, അതുകൊണ്ടാണ് സമ്മതിക്കാതിരുന്നത്. അപ്പോൾ നീതു മുറുക്കും കൊണ്ടുവന്നിട്ട് ഇപ്പം സമ്മതിക്കുമല്ലോ നമ്മുടെ കല്യാണം, കാര്യം നിങ്ങൾക്കിപ്പം സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കാൻ പോകുന്നു, വീട്ടിൽ വേറൊരു മരുമോള് വന്നു, അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ കല്യാണത്തിന് ഓക്കെ പറയും. അപ്പോൾ ഹരീഷ് മൊത്തം ആലോചന, സുഭാഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ നിൽക്കാൻ, സ്വന്തം വീട്ടിൽ നിൽക്കാനാണ് ആഗ്രഹം, അപ്പം ഇവക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹമുണ്ടാവും, ഇവളെ കൊണ്ട് കെട്ടിച്ചാലോ എന്നുള്ള രീതി. എന്ത് ചിന്തയാണ് ഇത്? അപ്പം ഹരീഷ് ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഉടനെ നീതു, പിന്നെ താല്പര്യമുണ്ട്, ഞാൻ കല്യാണം കഴിച്ച് അവിടെയല്ലേ വരുന്നത്, എന്നാൽ നീ എൻ്റെ സുഭാഷ് ചേട്ടനെ കല്യാണം കഴിക്കുക. അപ്പം നീതു ദേഷ്യം കണ്ണൊക്കെ അങ്ങ് ചുവന്ന്, എന്ത് വൃത്തിയാണോ ഈ പറയണത്, എന്താണോ പറയണത്, മതി നിർത്ത്, ഇതിനെക്കാട്ടിയും പേരെ എന്നെ ഇഷ്ടമില്ലെന്നങ്ങ് പറയണം എന്നായിരുന്നു. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് പറയാം, അല്ലാതെ ഇമാതിരി വർത്താനമല്ല പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇത് തന്നെ കിട്ടണം നിങ്ങളെ സ്നേഹിച്ചതെന്ന് പറഞ്ഞ് നീതു പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഏട്ടത്തിയും നികേഷും കൂടി ഇങ്ങനെ കൊച്ചു വർത്താൻ, നികേഷ് പറയുന്നുണ്ട് എന്നെ ആ കുട്ടി ഈ മെസ്സേജ് ചെയ്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷും സുധീഷും കൂടെ വരുന്നുണ്ട്. അപ്പോൾ എന്താ മോളെ നീ ഭക്ഷണം കഴിക്കാത്തത്, നമ്മൾ വരണവരെ കാത്തിരിക്കണോ? അപ്പം വിശന്നില്ല ചേട്ടാ, ഇപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് അതിൻ്റെ ഇടയിൽ കൂടെ ഗോൾ അടിക്കണം. നമ്മൾ ശരിക്കും സുഭാഷ് ചേട്ടനല്ല, ഞാൻ വരാതെ അതുകൊണ്ടാണ് കഴിക്കാത്തത്. അയ്യോ പിന്നെ എന്നൊക്കെ പറഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് നീതു കരഞ്ഞുകൊണ്ട് വരുന്നത്. വരുന്നുണ്ട് മെക്കാനിക്കിനെ സ്നേഹിച്ച നീതു എന്നൊക്കെ പറഞ്ഞ് നീതു കരഞ്ഞുകൊണ്ട് വരുന്നു. അവിടെ വെച്ച് സീരിയൽ അവസാനിക്കുകയാണ്. നാളെ കാണിക്കുന്നത് നിധി പോയിട്ട്, നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നിധി പോയിട്ട് ഹരീഷിനോട് ചോദിക്കാം, ഹരീഷിന് നീതുവിന് ഇഷ്ടമാണോ? എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞാൽ ഹരീഷ് പിണക്കം മാറ്റാൻ വേണ്ടി നീതുവിൻ്റെ വീട്ടിൽ പോകുന്നു. നീതു എന്ന് വിളിക്കുമ്പോഴത്തേക്ക് നീതു വേസ്റ്റിൻ്റെ ഡപ്പ മൊത്തം എടുത്ത് കമത്തി കൊടുക്കുക. ആവശ്യമാണ്, അത് ആവശ്യം തന്നെ, നന്നായിപ്പോയി എന്ന് വേണം പറയാൻ. അങ്ങനെ കമഴ്ത്തി കൊടുക്കുന്നു. അത്രയും വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്റത്തെ കിളിക്കൂട്. നമുക്ക് നോക്കാം ഇനി ബാക്കി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരിയലായിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.